ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മമാസ് മെനു. ഇന്നൊരു സാരി കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫോണ്ടൻ്റ് വെച്ചിട്ട് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വളയും മാലയും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോണ്ടൻ്റ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ കട്ടർ വെച്ചിട്ട് ഇതേപോലുള്ള ചെറിയ ഫ്ലവറും കുറച്ച് വലിയ ഫ്ലവറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. ഇനി കുറച്ച് ഫോണ്ടൻ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കണം, വള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടറിൻ്റെ അളവിലാണ് വള ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇനി ഗോൾഡൻ ഡസ്റ്റ് കളറ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വള ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ചെറിയ ഫ്ലവേഴ്സ് അടിവശം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക വെള്ളം കൊണ്ട്. എന്നിട്ട് ഈ ഒരു വള മൊത്തത്തിൽ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് ആ ഒരു ഫ്ലവേഴ്സും കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് മാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ ഒരു വലുപ്പത്തിലുള്ള മാലാണ് എടുക്കുന്നത്. ഇനി ഇതും അതേപോലെ തന്നെ ഗോൾഡൻ ഡസ്റ്റ് കൊണ്ട് നല്ലപോലെ ഒന്ന് കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ ഗോൾഡൻ ഡസ്റ്റ് ഒട്ടും വെള്ളം ചേർക്കാതാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ മാലക്കും ഒരു ഡിസൈനായിട്ട് ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് അത് ഇതേപോലെ തന്നെ വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു മാലക്ക് കുറച്ചുകൂടി വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മാല വലുപ്പം കൂട്ടാനും അതേപോലെ വലുപ്പം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഫോണ്ടൻറ്റിൻ്റെ ടൂൾസ് പരിചയപ്പെടുത്തുന്ന വീഡിയോയും അതേപോലെ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇനി കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ മോതിരം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി മോതിരത്തിൻ്റെ ഡിസൈനായിട്ടും ഞാനൊരു ഫ്ലവറാണ് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൻ്റെ ചെറിയ ഫ്ലവർ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതും ഗോൾഡൻ ടെസ്റ്റ് കൊണ്ട് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഒരു സെറ്റ് കമ്മലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരേ അളവിൽ ഫോണ്ടൻ്റ് എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് വലിയൊരു ഫ്ലവറാണ്, പിന്നെ അടിയിലേക്ക് ചെറിയ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഗോൾഡൻ ടെസ്റ്റ് കൊണ്ട് തന്നെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ മാലേൻ്റെ ഫ്ലവർ കളർ ചെയ്തിട്ടില്ലായിരുന്നു, അതും ഗോൾഡൻ ടെസ്റ്റ് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കളർ ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആവണം. അതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ എടുത്ത് വെക്കുന്നത്. ഇനി ഇവിടെ ഗ്രീൻ കളർ ഫോണ്ടൻ്റ് നീളത്തിൽ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡ് കുറഞ്ഞ വീതിയും അടിവശത്തേക്ക് കുറച്ച് വീതി കൂടുതലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. മൊത്തത്തിൽ മടക്കരുത്, ഒരു സൈഡിൽ നിന്ന് കുറഞ്ഞ അളവിലാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് കേക്ക് ഫോണ്ടൻ്റൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ്. അതിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ ഒരു സാരിൻ്റെ ലെയർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻ്റ് വെച്ച് കൊടുക്കുന്നത്. ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് എത്രയാണോ ലെയർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളൂ. ഞാനിവിടെ 6 ലെയറായിട്ടാണ് ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് അധികം വന്നിട്ടുള്ള പാർട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ സാരിക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളർ ഫോണ്ടൻ്റ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വലിയ റിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള റിങ് വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതേപോലെ കിട്ടും. ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നീളത്തിലാക്കിയാൽ സാരിൻ്റെ ബോർഡർ കൊടുക്കാനുള്ള പാർട്ടാവും. ഇനി അതും ഗോൾഡൻ ടെസ്റ്റ് കൊണ്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സാരിൻ്റെ ബോർഡർ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാർട്ട് എടുത്തിട്ട് അവിടെ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സാരിൻ്റെ 2 സൈഡും അതേപോലെ കേക്കിൻ്റെ അടിവശത്ത് ബോർഡറായിട്ടും ഒക്കെ ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കേക്ക് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ പിന്നെ കേക്കിൽ ഫോണ്ടൻറ്റ് കവർ ചെയ്യുന്നതും ആ വീഡിയോ ഒക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണാം. ഇപ്പം നമ്മുടെ കേക്ക് സാരിയൊക്കെ കൊടുത്ത് മൊഞ്ചത്തി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഓർണമെൻറ്റ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതേപോലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വെക്കണം, പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ആദ്യം മാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വള രണ്ടും വെച്ച് കൊടുക്കണം. അതും വെച്ച് കൊടുത്തു. ഇനി റിങ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കമ്മലും വെച്ച് കൊടുത്താൽ നമ്മുടെ സാരി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാരീൻ്റെ കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.